ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന മറ്റൊരു ചിന്ത ടൈം മാനേജ്മെൻറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണല്ലോ സമയം. സമയം ആകെ 24 മണിക്കൂറുള്ളൂ. ഇതിനിടയിൽ നമ്മൾ എത്തിപ്പെടാൻ ആ സമയം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കാവുന്ന എന്തോ ഒരു കഷ്ടപ്പാടാണല്ലേ. എന്താണ് സമയം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ടൈം മാനേജ്മെൻറ്റിന് ആരാണ് ശ്രമിക്കേണ്ടത്? നമ്മൾ തന്നെയാണ് സമയം കണ്ടെത്തേണ്ടത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ അതിൻ്റെ സമയം കണ്ടെത്തുന്നത് നമ്മൾ വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ സമയം കണ്ടെത്തുന്ന ഈ സമയത്തെ മാനേജ് ചെയ്ത് നമുക്കൊരു ദിവസം കഴിച്ചു കൂട്ടണമെങ്കിൽ, അതായത് രാവിലെ എഴുന്നേറ്റ് അടുക്കളപ്പണി, പിന്നെ ജോലിക്ക് പോകുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കൽ, അതിനിടയിൽ ഓഫീസിലെ തലവേദന എല്ലാം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതിന് എങ്ങനെയെങ്കിലും ഒന്ന് നേരം ഇരുട്ടിയാൽ മതി എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മുടെ പരക്കം പാച്ചൽ, ഹറിബറിയാണ് എല്ലാത്തിനും. നമ്മൾ സ്ത്രീകളാണ് പ്രത്യേകിച്ചും ഈ ടൈം മാനേജ്മെൻറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പക്ഷേ അത് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് ശീലിക്കേണ്ട കാര്യങ്ങളായിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ഈ സമയത്തിൻ്റെ പുറകെ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. അടുക്കളയിലെ ജോലികളാണെങ്കിലും ഓഫീസിലെ ജോലികളാണെങ്കിലും എല്ലാം അടുക്കും ചിട്ടയോട് നമ്മുടെ കയ്യിലൊരു പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. അത് പിന്നെ ചെയ്യാമെന്ന് മാറ്റി ഇടുന്നതോറും അവിടെ അത് അടുക്കളയിൽ തന്നെയാണെങ്കിലും കുക്കിംഗ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ അത് എല്ലാം സിങ്കിലേക്ക് കൊണ്ട് ഒന്നിച്ചങ്ങ് തള്ളി വയ്ക്കുകയാണ്. പിറ്റേ ദിവസത്തേക്കുള്ളത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് തടസ്സമാണ് ഈ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ. അത് നമ്മൾ തലേദിവസം തന്നെ കഴുകി വെച്ച് അടുക്കും ചിട്ടയോട് കൂടി വെച്ച് പിറ്റേ ദിവസത്തേക്കുള്ളത് ഒരുക്കി വെച്ച് നമുക്ക് അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അതായത് ചെല്ലുന്ന വഴി തന്നെ ഒരു ലോഡ് പാത്രം സിങ്കിൽ കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. ഇത് എപ്പോൾ തീരും? അത് കഴുകി വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുക്കളയിലായാലും ബെഡ്റൂമിലായാലും ജോലി സ്ഥലത്തായാലും നമ്മളൊരു അടുക്കും ചിട്ടയും പാലിച്ചു പോരുകയാണെങ്കിൽ നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഒരു പരിധി വരെ അല്ല, 90% നമുക്കത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് അതിനൊരു മനസ്സ് വേണം. നമ്മളെ കൊണ്ടാകില്ല, എനിക്ക് വയ്യ ഇതെല്ലാം കൂടെ ചെയ്യാമെന്നൊരു മനസ്സിൽ നമ്മൾക്ക് അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡള്ളായിപ്പോകും. അപ്പോൾ നമ്മുടെ എനർജി കളയാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായി ടൈം മാനേജ്മെൻറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുക്കും ചിട്ടയോടുകൂടിയുള്ള ജീവിത ശൈലികൾ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നാൽ സമയം ഒരു പ്രശ്നമേ അല്ല, ഏതിനെ നമുക്ക് തരണം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നല്ല, ഞാൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണെന്നാണ് പറയുകയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ പിന്നാലെ വന്നോളും. ഓക്കെ, മറ്റൊരു ചിന്തയുമായി മറ്റൊരു ദിവസം. ബായ്.